ഹലോ ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ദിവസത്തുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് പാച്ചുവിൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു കേട്ടോ, August 15th. അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ കുറച്ച് ഞാൻ ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ തിരിച്ച് ഞാനിവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം കൂടിയാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഉമ്മയുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഞാൻ പറയുന്നതാണ് കേട്ടോ. കൂടാതെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതലും ഗാർഡനിങ് വീഡിയോസാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഗാർഡനിങ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നതെന്നും പിന്നെ നമ്മുടെ കുറച്ച് ചെടികളുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ കണ്ടിട്ട് വരാം അല്ലേ. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ പോണതിൻ്റെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ. അതായത് നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം August 14. അപ്പോൾ ഉമ്മയുടെ ഒരു ഐഡിയയാണ് ഇതുപോലെ ഒരു ഗ്ലിറ്റർ പേപ്പറിൽ ഇങ്ങനെ അവളുടെ ഒരു വയസ്സൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ചുമ്മാ വെക്കാന്നുള്ളത്. അപ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ അവളൊന്ന് വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു പ്ലം കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമേലേക്ക് വെക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഉണ്ട് രാത്രി. അപ്പോൾ അവരും പാച്ചുവും എല്ലാവരും കൂടി അവരുടെ റൂമിൽ ഉറങ്ങാൻ പോയിക്കണം. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഈ പണിയൊക്കെ തുടങ്ങിയത്. വാപ്പതേ ഇവിടെ ഒരു സാധനം കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അവൾക്ക് കൊടുക്കാനായിട്ട്. അവളുടെ ഫ്രണ്ട് വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ടതാണ്. അത് 12 മണിക്ക് എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ടേക്കണം. അപ്പോൾ ഞങ്ങളിത് അവളെ കാണാതെ ഒളിപ്പിച്ച് വെച്ചത് എടുത്തുനിന്നൊക്കെ എടുത്തെല്ലാം സെറ്റ് ചെയ്യാണ്. അപ്പോൾ സമയം 12 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഞാനും ഉമ്മയും കൂടി ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അപ്പുറത്തേക്ക് ഹാളിലേക്ക് കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് അവൾ ഓരോന്നൊക്കെ എഴുതിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ കൂടി പാക്ക് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടുത്ത് പുറത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പാച്ചുവിനാണെങ്കിൽ കുറേ പേര് വിഷ് ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. 12 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒട്ടും സംശയം തോന്നുന്നു, ഞാൻ കറക്റ്റ് 12 മണിക്ക് എന്നെ വിളിക്കണില്ല. അകത്ത് അവളെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ വേഗം അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തുറന്നൊക്കെ വെക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ അധികം ലൈറ്റൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വെളിച്ചത്തിൽ കാണിക്കുന്നത്. അങ്ങനെ ആ പേപ്പറിൽ ഒരു ഈർക്കിലിയൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞങ്ങളിതിപ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെയാണ് ഒപ്പിച്ചത്. വാപ്പ ഇതെല്ലാം വാങ്ങിച്ചൊക്കെ തന്നിട്ട് ഉറക്കായി. വാപ്പാനെ വിളിക്കാൻ പറ്റില്ല, വാപ്പക്ക് വെളുപ്പിനെ എഴുന്നേറ്റിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തൊന്നും വാപ്പാനെ ഞങ്ങൾ വിളിക്കുന്നില്ല. വാപ്പ നല്ല ഉറക്കായിരുന്നു. വാപ്പാനെ ശല്യം ചെയ്യാണ്ട് പതുക്കെ റൂമൊക്കെ അടച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ മുറ്റത്ത് നമ്മുടെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കാൻ പോവേനിട്ട് ഉമ്മ. അപ്പോൾ ഈ സമയമായിട്ടും ഉറങ്ങാത്ത കഴിഞ്ഞാൽ അവളെ വഴക്ക് പറയണ പോലെയൊക്കെ വിളിക്കാമെന്ന് പറയണ ഉമ്മ പോയേക്കണത്. അപ്പോൾ അവൾക്ക് സംശയം തോന്നിക്കാൻ ഞാൻ എൻ്റെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും അവളും കൂടി പുറത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ വേഗം ഉറങ്ങണവരെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴേക്കും ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് സർപ്രൈസ് ചെയ്തപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 എണ്ണം ചതിച്ചില്ലേ, ഒരെണ്ണത്തിന് ഒരു കണക്കിന് കുത്തിപ്പൊക്കി. ചെറിയ പിള്ളേരാണ്, അതുകൊണ്ട് അവർക്ക് ഉറക്കം അങ്ങോട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് അതുപോലെ തന്നെ പോയി കിടന്ന്. അങ്ങനെ കസിൻസ് 2 പേരും പിന്നെ ഞാനും ഉമ്മയും ഞങ്ങൾ എല്ലാവരും കൂടിയും പാച്ചുവിനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും സന്തോഷമായ ഒരു സമയത്ത് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നതിലല്ലല്ലോ, നമ്മളത് എങ്ങനെ കൊടുക്കുന്നു, അത് എത്ര വിലയുള്ളതായിക്കോട്ടെ വില കുറഞ്ഞതായിക്കോട്ടെ, നമ്മളതെങ്ങനെ കൊടുക്കുന്നു, അവർക്കതിൽ നിന്ന് എത്രത്തോളം സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാച്ചുവിന് അവളുടെ ഫ്രണ്ട് ഐഷ കൊടുത്തയച്ച ഗിഫ്റ്റൊക്കെ തുറന്ന് വായിക്കലും ഒരുപാട് സന്തോഷമായിട്ട് ഉള്ള കുറേ നേരം സംസാരിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കണക്കിന് അവളോട് കിടക്കാനും പറഞ്ഞ് ഞങ്ങൾ പോയി കിടന്നു. ഈ സമയത്ത് ഒന്നിനെ കാണിക്കാൻ പറ്റാത്ത കോലായോണ്ടാണ്ട് കാണിക്കാത്തത്. അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ചു പോണ ദിവസമായിട്ടാ. സാധാരണ പോലെ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഞാൻ എന്ത് കടി ഉണ്ടെങ്കിലും മീൻകറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതാണ് കേട്ടോ കഴിക്കാറ്. ആർക്കും ഒന്നും തോന്നരുതേ, മുട്ടക്കറി ഉണ്ടാക്കിയിട്ടും ഞാൻ ഇടിയപ്പത്തിൻ്റെ ഒപ്പം മീൻകറി അയച്ചത്. അപ്പോൾ പാച്ചുവാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ഫോട്ടോകളാണ് ഇതൊക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോമഡി ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അത് ഇതിന് വേണ്ടി എടുത്തതാണ് കേട്ടോ.
അതും നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം നടക്കുന്ന കാര്യമല്ല, ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. ഇതിന് മുമ്പത്തെ ദിവസം വാപ്പ, ഞാൻ പറഞ്ഞില്ലേ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു, പോയി വരുമ്പോൾ വാപ്പ കൊണ്ടുവരുന്ന മീനാണ്. ഉച്ച സമയമൊക്കെ കഴിയും കേട്ടോ. ഇന്നപ്പോൾ കൊഴുവായതുകൊണ്ട് വാപ്പയും കൂടി ഹെൽപ്പ് ചെയ്യാനിട്ട് വേഗം കഴിയാൻ വേണ്ടി. അപ്പോൾ അത് ഉമ്മ പൊരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് ഉമ്മക്ക് ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്, അച്ചാർ. അതായത് നമ്മളുടെ പച്ചമീൻ എന്നാണ് നമ്മുടെ ഒരു ഇതിൻ്റെ പേര്. വലിയ ബ്രാൻഡും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, എന്നാലും നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പേജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് പച്ചമീൻ എന്നാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് പോലും ഇടാത്ത നല്ല ഫ്രഷ് മീൻ നമ്മൾ നേരിട്ട് അച്ചാർ അതുപോലെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങണ മീനച്ചാറിലൊക്കെ ആണെങ്കിൽ നിറയെ പ്രിസർവേറ്റീവ്സും കെമിക്കൽസും പിന്നെ ഇത്രയൊന്നും മീനൊന്നും ഉണ്ടാവില്ല. പിന്നെ മീനും നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഓൾ കേരള ഓർഡറുകളൊക്കെ എടുത്തിട്ടുണ്ട്. കൊറിയറിൽ അച്ചാറുകൾ മാത്രം കൊറിയറിൽ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സീ ഫുഡ് ഐറ്റംസ് ഒന്നും കൊറിയറിൽ ഇതുവരെയും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഓർഡറൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ആപ്പിച്ചുമോൻ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പെറുക്കുകയാണ് മറക്കാണ്ടിരിക്കാൻ വേണ്ടി. ഈ പെറുക്കൽ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എത്ര കുഞ്ഞു ടോയ്സ് കൊണ്ടുവരാണ്ടിരുന്നാലും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അപ്പുറത്തേക്ക് ചെന്നപ്പോഴാണ് നല്ല ഫ്രഷ് അയിലയും ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പ വീട്ടിലില്ലാത്തതുകൊണ്ട് വാപ്പാടെ ഒരു അനിയനാണ് കേട്ടോ, വാപ്പാടെ കസിനായിട്ട് വരും. അപ്പോൾ ആൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ചെമ്മീൻ ഉമ്മ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് വേവിക്കാനുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ട് നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെയൊക്കെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ തറവാട്ടിൽ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയാണ്. ഇതിലുണ്ടാക്കണ എന്താ പറയുക, മെഴുക്കുവരട്ടിയാണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ ഇതുപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഉമ്മ മിക്ക സമയത്തും ചെമ്മീൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആപ്പിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, അവൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൺമശി ഇട്ട് കൊടുക്കാൻ തോന്നി, അങ്ങനെ എഴുതി വെച്ചതാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ പാച്ചുവിൻ്റെ പ്രിയപ്പെട്ട ഐഷു വന്നത്. അപ്പോൾ ഐഷു വന്നപ്പോൾ കൊണ്ടുവന്ന കേക്കാണ് ഇട്ടത്. അവളുടെ ഉമ്മാക്ക് ഇതുപോലെ കേക്കിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഉമ്മാനെ കൊണ്ട് അവൾ ചെറിയൊരു കേക്കൊക്കെ ഉണ്ടാക്കിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു ഫോട്ടോ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഐഷുവിൻ്റെ വരവ്. അപ്പോൾ ഐഷുവിന് കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് 12 മണിക്ക് കൊടുക്കാൻ വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പിന്നെ ഐഷുവിൻ്റെ കൂടെ ആയിരുന്നു ആപ്പിച്ചുവിൻ്റെ കളിയൊക്കെ. ആ പിങ്ക് ഡ്രസ്സാണ് കേട്ടോ ഐഷു. വയലറ്റ് കളർ ഡ്രസ്സ് നമ്മുടെ കസിനാണ് ഇച്ചു. അപ്പോൾ ഇനി എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ കുറച്ച് സെൽഫി ടൈം. അങ്ങനെ വേഗം അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനും ഉമ്മയും വേഗം അടുക്കളയിൽ പണി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഐഷുവിൻ്റെ ഉമ്മയുടെ കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഫ്ലേവറും എല്ലാം നല്ല പാകത്തിനുള്ള മധുരം എല്ലാം ആയിരുന്നു. അപ്പം നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയുടെ അരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. വാപ്പയാണെങ്കിൽ വീട്ടിലില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചെമ്മീൻ കണ്ടപ്പോൾ എടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ പിന്നെ റേഷൻ അരി വെച്ചിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഐഷുവിന് നാളൊരു ദിവസം വന്നപ്പോഴും റേഷൻ അരി കൊണ്ട് എന്തോ ഉണ്ടാക്കിയ സമയത്ത് അവൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇന്ന് റേഷൻ അരി കൊണ്ടാക്കി. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അയില വാഴയിലയിലൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ പിന്നെ അതും കൂടി അങ്ങോട്ട് ചെയ്തു. അങ്ങനെ ആപ്പിച്ചാണെങ്കിൽ കേക്കൊക്കെ കഴിച്ചിട്ട് അവനാണെങ്കിൽ ചോറും വേണ്ട ഒന്നും വേണ്ട, വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വേഗം ഫുഡ് കഴിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആപ്പിച്ചൂന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പോകാനുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെക്കൽ തുടങ്ങി. അപ്പോഴത്തേനും വാപ്പയൊക്കെ വന്നിട്ടാണ്. വാപ്പ ഇന്ന് വരാൻ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായ ചെടികളാണ് ഇത്. അതൊക്കെ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
പിന്നെ ഇനി നമ്മുടെ കഴുകിയിട്ട് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണം പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടം വരെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണ ആരും മറന്നുപോയി. പിന്നെ പോരാനുള്ള തിരക്കിൽ അതൊക്കെ വിട്ടുപോയി. പിന്നെ ഉപ്പയൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്ന് പകുതി വഴിയിലെത്തി വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ ആപ്പിച്ചുവിന് പഴം വാങ്ങാനായിട്ട് ഉപ്പ വണ്ടി നിർത്തിയ സമയത്താണ് പിന്നെ ഞാൻ ഓർക്കണത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇവിടെ തുടങ്ങി കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഉപ്പയമ്മ വന്നതും പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീടെത്താനായിട്ടുണ്ട്. നമ്മുടെ ജംഗ്ഷനാണിത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഇനി അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മൾ ഇതാ വീടെത്തുകയാണ്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് നോക്കും കേട്ടോ. കാണാൻ പറ്റണവരെയൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് നോക്കും. അപ്പോൾ അതാ ആപ്പിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം കളിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഭക്ഷണം കഴിച്ച് ഉറങ്ങൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളുടെ പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടുള്ള കുറച്ച് മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഞാൻ പോണ ദിവസം വെള്ളമൊക്കെ മാറ്റി എല്ലാം നല്ലതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരാഴ്ച ആയില്ല. അപ്പോൾ വീണ്ടും വെള്ളം മാറ്റി അവരെയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി തുടച്ച് നല്ല ഉഷാറ് കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്നും ഇങ്ങനെ ഫ്രഷ്നെസ്സോടെ ഇരിക്കണ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ പതിവ് ജോലിക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ പതുക്കെ എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണുള്ളൂ. അപ്പോൾ ഉമ്മ മീൻ മുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് മീനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ആ വഴിക്ക് വരുമ്പോൾ മിക്കപ്പോഴും അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്നൊക്കെയാണ് മീൻ വാങ്ങാറും. ഉമ്മ അപ്പോഴേക്ക് മീനൊക്കെ നമുക്ക് വൃത്തിയാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് മുളക് വരട്ടി വെക്കുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് വാപ്പ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ അന്ന് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ മീൻ പൊള്ളിച്ചത് ചെന്നിട്ട് ഉപ്പാക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ നാത്തുംകുട്ടി ഒരു കേക്ക് പരീക്ഷണത്തിലാണ് ക്യാരറ്റ് പുഡിംഗ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഈ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടി മസാലയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കാണാത്തവർ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അത് ഞാൻ ആവോലി മീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കാളും ടേസ്റ്റാണ് ആവോലിയൊക്കെ നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണില്ല കേട്ടോ. വീണ്ടും പറഞ്ഞ് വീഡിയോ ലെങ്ത്ത് കൂട്ടണില്ല. അപ്പോൾ ഗ്രേവി ഒന്നും ഒട്ടും ചൂടാറാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ ഞായറാഴ്ച എന്ന് പറഞ്ഞ് പതുക്കെ നിന്നതുകൊണ്ട് തന്നെ വേഗം സമയവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ പൊള്ളിക്കാനായിട്ടുള്ളത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും നമ്മുടെ നാത്തുംകുട്ടിയുടെ ആദ്യത്തെ കേക്ക് പരീക്ഷണം ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് തണുക്കാനൊക്കെ മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ വേറൊരു പണിയും കൂടി ഉണ്ട്. ആപ്പിച്ചുമോൻ്റെ മുടി വളർന്നിട്ട് കുറേ ദിവസമായി. അവനാണെങ്കിൽ തല ഭയങ്കര വേർപ്പും, മുടി വെട്ടാൻ സമ്മതിക്കുന്നുണ്ടായില്ല. ഞാൻ അവസാനം ട്രിമ്മർ എടുത്ത് മൊട്ടത്തലാക്കാനുള്ള തീരുമാനത്തിലെത്തി. അതും വീട്ടിലുള്ളവർ പോരാണ്ട് വന്നിട്ട് അവനെ പിടിക്കാനായിട്ട് എല്ലാവരും കൂടി പിടിച്ച് മറിച്ചിട്ടിട്ടാണ് അവൻ്റെ മുടി ഒന്ന് കുറച്ചെങ്കിലും കളഞ്ഞെടുത്തത്. അങ്ങനെ അപ്പച്ചൂനെ കുളിപ്പിക്കലും എല്ലാവരുടെ കുളിയും എല്ലാം കഴിഞ്ഞ് ഒരുവിധം സമയം സാധാരണത്തിലും വൈകിട്ടുണ്ടായിട്ടാണ് ഞങ്ങളന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കാണിക്കാൻ മറന്നുപോയിട്ടാണ്. നമ്മുടെ നാത്തുംകുട്ടിയുടെ കേക്ക് നമ്മൾക്കൊന്ന് മുറിച്ച് നോക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടല്ല കേട്ടോ മുറിച്ചത്. ഇത് നമ്മൾ ചോറിനാണെങ്കിൽ മുന്നായിട്ട് തന്നെ മുറിച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൂടോടുകൂടി തന്നെ കേക്ക് കഴിച്ചെന്നുള്ളതാണ്. വേറൊന്നുമല്ല, നമ്മുടെ മീൻ പൊള്ളിക്കുന്നത് റെഡി ആവാൻ വൈകിയപ്പോഴേ എല്ലാവർക്കും വിശന്നിട്ട് എല്ലാവരും ഇതിൽ നിന്ന് ഒരേ പീസ് കഴിച്ചിട്ടാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണല്ലോ ചോറൊക്കെ തിന്നത്. അപ്പോൾ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ കുറേ വീട്ടുവിശേഷങ്ങൾ പറഞ്ഞില്ലേ, ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ചെടികളുടെ വിശേഷം കൂടിയും പറയാം. അപ്പോൾ അതാ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതിയ ചെടികളൊക്കെ നടാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഹാങ്ങിങ് ബോർഡ്സ് 2 വാങ്ങിയിട്ടുണ്ട്. 2 അല്ല, വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഞാനിത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ കുറച്ച് ചെറിയ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 10, 20, 8 അങ്ങനത്തെയൊക്കെ വിലകളുള്ള ചെറിയ ചട്ടികൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തിരിക്കുന്നത് ഓർക്കിഡ് ചട്ടിയാണ് കേട്ടോ. ഞാൻ വേറൊരു ആവശ്യത്തിന് വാങ്ങിച്ചതാണ്, ഇപ്പോൾ ആവശ്യമുള്ളതല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വാങ്ങിച്ച ചെടികളൊക്കെ കാണാം. ഇതിപ്പോൾ നമ്മുടെ ഒരു എൻജോയ് പോത്തോസാണ്. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വേറൊരു മണി പ്ലാന്റ് തന്നെയാണ്, വാരിഗേറ്റഡ് വെറൈറ്റിയാണ് അതിൻ്റെ. അപ്പോൾ ഇതും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല.
ഇതും കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനൊരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കളക്ഷനാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ആൽട്ടർനാന്ത്രയുടെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഒരു കുഞ്ഞ് റിയോ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ തന്നെ ആൽട്ടർനാന്ത്രയുടെ തന്നെ വേറൊരു കളറ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പീച്ച് കളറും ഗ്രീനും ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടായി. ഇതൊരു പിങ്കും ഗ്രീനും എല്ലാം കൂടി വരുന്ന വേറൊരു വെറൈറ്റി. ഇത് ബേബി ടിയർ പോലെയൊക്കെ ഉണ്ട്. പേര് ചോദിച്ചപ്പോൾ നഴ്സറിയിലുള്ള ചേച്ചിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ അതും വാങ്ങിച്ച്. അപ്പം നമ്മുടെ മുട്ടത്തലേന് എന്നേക്കാൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എപ്പോഴും ഞാൻ ചെടി നടാൻ പോകുമ്പോൾ ആദ്യം ഉണ്ടാവും കേട്ടോ. പോട്ടിങ്സ് റെഡിയാക്കുന്നതിനെ കുറിച്ച് എന്നോട് കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിന് 3 പോർഷൻ ആക്കുകയാണെങ്കിൽ അതിലൊരു പോർഷൻ മണ്ണും ഒരു പോർഷൻ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, അല്ലെങ്കിൽ പിന്നെ ഒരു പോർഷൻ ചകിരിച്ചോറ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് എല്ലുപൊടിയും അതുപോലെ എല്ലുപൊടിയുടെ പകുതി അളവിൽ ഞാൻ വേപ്പിൻ പിണ്ണാക്കും. ഇത് രണ്ടും വളരെ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ എല്ലുപൊടിയൊക്കെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇട്ട് കൊടുക്കേണ്ടത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ലൈഫുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി. ചില സീസണൽ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, കുറച്ച് ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ പോവും, നമ്മൾ പിന്നെ അത് മാറ്റി നടണം. അതിനൊന്നും ശരിക്കും നമ്മൾ എല്ലുപൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ചകിരിച്ചോറിൻ്റെയും ചാണകപ്പൊടിയുടെയും മിക്സാണ് മെയിനായിട്ട് ഇടാം. മണ്ണ് ഇതിലും കുറവ് അളവിൽ, വളരെ കുറവിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലതുപോലെ മണ്ണ് വളരെ കുറച്ചാണ്, അതുപോലെ മണലൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. നിങ്ങൾക്കിപ്പം ഒരുപാട് വെള്ളം പാടില്ലാത്ത ചെടിയൊക്കെ ആണെങ്കിൽ കുറച്ച് മണലിട്ട് കൊടുക്കുക, വാട്ടർ ഡ്രൈനേജ് കറക്റ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഈ എൻജോയ് പോത്തോസ് ഈ ഒരു ഹാങ്ങിങ് ബോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ തന്നെ ഒന്നും ഞാൻ ഹാങ് ചെയ്തിടൊന്നുമില്ല. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് നട്ടിട്ട് ഒരുവിധം നല്ല ഹെൽത്തി ആയി വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഹാങ് ചെയ്തിടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഹാങ് ചെയ്തിടുന്നത്. ഇനിയിപ്പോൾ സാധാരണ താഴെ ചട്ടിയിൽ വെക്കാനാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റുള്ള പോട്ടിംഗ് മിക്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി മണ്ണും അതുപോലെ മണലും കൂടി ചേർത്തിട്ടുണ്ടായി കേട്ടോ. നേരത്തെ നമ്മൾ ഹാങ് ചെയ്താൻ ഇട്ടതിൽ കൂടി കുറച്ചും കൂടി മണ്ണും മണലും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് താഴെ വെക്കാനുള്ള പോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ വൈകാതെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.